കേരളത്തിൽ എവിടെയും പ്രത്യേകിച്ച് വിശേഷണങ്ങളോ പരിചയപ്പെടുത്തലുകളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് LDF ഇത്തവണ നിലമ്പൂരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനതയ്ക്കും ചിരപരിചിതനായ ഒരാളാണ്. പ്രത്യേകിച്ചും ജനതയ്ക്ക് തന്നെ, പ്രവർത്തകർക്കും തന്നെ അത് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നയവും വ്യയവും വളരെ വ്യക്തമായി പറയാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിൽ ചിന്തിച്ചാൽ ഏവർക്കും സമ്മതനായ, ഒരുപക്ഷെ LDFന് മാത്രമല്ല UDFിലായാലും ലീഗുകാർക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായി M സ്വരാജ് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി യഥാർത്ഥത്തിൽ UDFന് ഒരു ഇരുട്ടടി സംഭവിച്ചതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തന്നെ പുലിയുടെയും കടുവയുടെയും പന്നിയുടെയും ഒക്കെ പുറകെ നടന്ന് കാട് കയറി പോയിരിക്കുകയാണ്. ഈ വന്യമൃഗങ്ങൾക്കൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ച നിയമം ഉണ്ടാക്കിയത് ആരാണെന്ന് മൃഗബുദ്ധി വെച്ച് ചിന്തിക്കാത്ത ഏവർക്കും ഏതൊരു മനുഷ്യനും കൃത്യമായി ബോധ്യപ്പെടും. ഉചിതമായ സമയത്ത് തീരുമാനിക്കപ്പെട്ട ഈ ഉചിതമായ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ കേരള നിയമസഭയിൽ ഏറ്റവും അവശ്യ ഘടകം കൂടിയാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്യുന്നു എന്നത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഏറ്റവും അവിടുത്തെ പ്രവർത്തകർക്കൊക്കെ ഏറ്റവും നല്ല ആവേശം പകരുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു നിയമസഭാ സാമാജികൻ നിലമ്പൂരിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.